പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. ആരാണത് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിച്ചു പോരുകയായിരുന്നു. പഴയ നിയമകാലത്തെ പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയും യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയും നമ്മൾ ധ്യാനിച്ചു പോന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല കാലത്ത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനാ രീതികളെക്കുറിച്ചാണ് അല്പസമയം ചിന്തിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവിൻ്റെ നാമം അതിശയനാമം, അത്ഭുതനാമം, ആ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ ശക്തിയോടെ പ്രാർത്ഥിക്കുവാനും ഒത്തിരി അനുഗ്രഹങ്ങളും പ്രാർത്ഥനയുടെ ബലത്തിൽ നിന്നുകൊണ്ട് സൗഖ്യവും സമാധാനവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ. ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ സകലവിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, അപ്പോസ്തലന്മാരുടെ കാലത്തെ പ്രാർത്ഥന നമുക്കറിയാം. പെന്തക്കോസ്ത് നാളിൽ അവരെ പ്രാർത്ഥനയിലായിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യൻ പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. പ്രിയമുള്ളവരെ, മുടന്തനായ ഒരു മനുഷ്യന് പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയ ഭാഗം വിശദീകരിക്കുന്നതാണ്. ആരുടെ നാമത്തിലാണ് ഇവൻ സൗഖ്യം പ്രാപിച്ച് ഇന്നിവിടെ നിൽക്കുന്നതെന്ന പരീശന്മാരുടെ ചോദ്യത്തിന് അപ്പോസ്തലന്മാരുടെ പത്രോസ്ലീഹയുടെ മറുപടിയാണ്, ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവനിവിടെ ഇന്ന് സൗഖ്യമുള്ളവനായി നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ യേശുവിൻ്റെ നാമം വലിയ ശക്തമായ നാമമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാരെ അവരെ ഒത്തിരി പീഡിപ്പിച്ചു. ഈ മുടന്തനെ സൗഖ്യം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ ഒത്തിരി വേദനകൾ അനുഭവിച്ചു. അപ്പോൾ അവർക്ക് മുന്നോട്ട് ഈ ശുശ്രൂഷ കൊണ്ടുപോകുവാനായിട്ട് സാധ്യമല്ല എന്ന ഒരനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ ധൈര്യപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഈ അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 23 മുതൽ വാക്യങ്ങൾ. കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ മോചിതരായ അവർ സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു: നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെയും പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ: വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതുമെന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെറോദോസും പൊന്തിയോസ് പീലാത്തോസും വിജാതിയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ച് കൂടി. അവരുടെ ഭീഷണികളെ അറിയണമേ എന്ന് പറഞ്ഞ് അവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ ബലമുള്ളവരായി പീഡനങ്ങളും പ്രതിസന്ധികളും അവരെ കാത്തിരിക്കുന്നു എന്ന് കർത്താവ് മുൻകൂട്ടി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ യാഗം കഴിക്കുന്നത്, കൊല്ലുന്നത് ദൈവത്തിന് യാഗം കഴിക്കുന്നതായിട്ട് കണക്കാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പ്രാർത്ഥിച്ച് ധൈര്യപൂർവ്വം നിൽക്കുകയാണ്. ദൈവത്തോട് നമ്മൾ ദൈവവേലയിലായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ധൈര്യം കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒപ്പം തന്നെ 9-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. മരിച്ച ആളെ ഉയർപ്പിക്കുന്ന അനുഭവമാണ് അവർക്ക്. അവരെ പേടിച്ച് ഭയന്ന് പുറകോട്ട് പോകുകയല്ല ചെയ്തത്. മുടന്തനെ സൗഖ്യമാക്കി അവർ ധൈര്യത്തിന് വേണ്ടി, അവരൊക്കെ ഉണ്ടായ പീഡനങ്ങളിൽ അവർ ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 40-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിന് ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിൻ്റെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, തബീത്ത എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. കൂടുതൽ ശക്തിയോടെ അവർ എന്താ പറയുന്നത്, ആത്മാവിൽ ബലപ്പെട്ട് വളരുകയായിരുന്നു. അതുകൊണ്ട് നമ്മളും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെയും പീഡനങ്ങളെയും വകവെക്കാതെ കൂടുതൽ ശക്തിയോടെ ആത്മാവിൽ ബലപ്പെട്ട് വളരുവാൻ നമുക്ക് കഴിയണം. ദൈവകൃപ നമ്മളെ വളരെയധികം ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. വീണ്ടും നമ്മൾ 10-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 10:4 നമ്മൾ വായിക്കുന്നത്, ഭയവിഹ്വലനായി ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, ഇതെന്താണ്? ദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥന, കൊർണേലിയസ് എന്ന് പറയുന്ന ശതാധിപൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. യോപ്പായിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കണമെന്ന് കൊർണേലിയോസിന് ദൈവദൂതൻ സന്ദേശം കൊടുക്കുന്ന ഭാഗമാണ് ആ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും മറ്റനേകരിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. പത്രോസിനെ വിശന്നപ്പോൾ പത്രോസ് വിവശനായി മട്ടുപ്പാവിലിരിക്കുമ്പോൾ കൊർണേലിയോസിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് അവനെ കൊർണേലിയോസിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരനുഭവമുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് എല്ലാം സാധ്യമാകുന്നത്. 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭാവിന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് വീണ്ടും കാരാഗൃഹത്തിലാക്കപ്പെടുകയാണ്. യാക്കോബിനെ പരീശന്മാരെ അവർ കൊന്നുകളഞ്ഞു. അത് ജനത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് പത്രോസിനെയും അവർ ജയിലിലടച്ചു. പ്രിയമുള്ളവർ, അടയ്ക്കപ്പെട്ട പത്രോസിന് വേണ്ടി സഭ തീഷ്ണമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അന്നത്തെ കൂട്ടായ്മയിൽ ചെറിയ കൂട്ടമാണെങ്കിലും അവർ തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നും കൂട്ടമായി പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും ദൈവവചനത്തെ പ്രതി കാരാഗൃഹത്തിലൊക്കെ അടക്കപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ക്രിസ്തുവിനെ അറിയാത്ത ആളുകളുടെ ഇടയിലൊക്കെ ഒത്തിരി ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ത്യക്കകത്ത് തന്നെയുണ്ട്. ഒന്നായി നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. കൂട്ടമായി പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചത്? പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ട് സഭ അവന് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരാഗൃഹത്തിൽ അത്ഭുതം നടക്കുകയാണ്. കാരാഗൃഹത്തിൽ നിന്ന് പത്രോസിനെ ദൈവദൂതൻ തട്ടി ഉണർത്തി. കാരാഗൃഹവാതിലൊക്കെ ദൂതൻ തുറന്ന് പത്രോസിനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ കൊണ്ടുവരുന്ന ഭാഗമാണ് 14-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 16 മുതൽ 25 വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതും വലിയ അത്ഭുതം നടന്നതിൻ്റെ സംഭവങ്ങളാണ്. പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്നറിയിച്ച് ഇപ്പോൾ ബാല്യക്കാരി സ്ത്രീക്ക് ഭ്രാന്താണെന്ന് ആ പ്രാർത്ഥനക്കാർ പറയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വിശ്വാസം അതനുസരിച്ച് വർദ്ധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം അവരെ നേരിട്ടത് കാണിച്ചു കൊടുക്കുകയാണ്. പത്രോസ് വാതിലുകൾ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം
എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. 16 മുതൽ 25 വരെ വാക്യങ്ങൾ. അപ്പോൾ അങ്ങനെ അവർ വലിയ എന്താ പറയുന്നത്, പ്രാർത്ഥനയുടെ വലിയ ശക്തിയാൽ മുന്നോട്ട് പോവുകയാണ്. വലിയൊരു ശക്തി അവർക്ക് ലഭിക്കുന്നു. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർണബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ തിരിച്ചു വന്നു. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അപ്പോൾ ദൈവവചനം ശക്തിയായി വ്യാപിച്ചു. സ്ലീഹന്മാരെല്ലാം വലിയ ശക്തിയോടെ ദൈവത്തിന്, യേശുക്രിസ്തുവിന് സാക്ഷ്യം പ്രവർത്തിച്ചു പോന്നു. രോഗികളെ സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു പ്രാർത്ഥനയിലൂടെ. അനേകരെ സ്നാനപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു പ്രാർത്ഥനയിലൂടെ. അപ്പോസ്തല പ്രവർത്തനം നമ്മൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവം അവർക്ക് നൽകിയ, യേശുക്രിസ്തു വഴി നൽകിയ വലിയ അനുഗ്രഹമാണത്. 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവർ അവിടെ നിന്ന് ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാനുള്ള അധികാരം വരെയും അവർക്ക് പ്രാർത്ഥനയിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 13:3 ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ, ബർണബാസിനെയും സാവൂളിനെയും അവർ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുമ്പോൾ, സുനകദോസിൽ നിന്ന് അയക്കുമ്പോൾ അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയായിരുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് അവർ സഹപ്രവർത്തകരെ അയക്കുന്നത്. നാം മുമ്പ് വായിച്ചു കേട്ടു, യേശുക്രിസ്തു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അതേ മാതൃക തന്നെ ശിഷ്യന്മാരും പിന്തുടരുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം അവർ ഒരിക്കലും ആ മാതൃകയിൽ നിന്ന് പിന്മാറുന്നില്ല. യേശുവേ നന്ദി, ദൈവത്തിന് സ്തോത്രം. നമുക്കും ഇതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യണേലും പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. പ്രാർത്ഥനയോടെ ആയിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനം 28-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-9 വാക്യങ്ങളിൽ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണാം. 28-ാമത്തെ അധ്യായം 8-9 വാക്യം. പുബ്ലിയോസിൻ്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു. പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. പുബ്ലിയോസ് എന്ന് പറയുന്ന ആ ദ്വീപിലെ, മാൾട്ടാ ദ്വീപിൽ പൗലോസ് കപ്പലപകടത്തിൽ രക്ഷപ്പെട്ട ആ ദ്വീപിലെ പ്രധാനിയാണ്. അദ്ദേഹത്തിന് പനി പിടിച്ചു കിടക്കുമ്പോൾ പൗലോസ്ലീഹ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം സൗഖ്യമുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും ഇന്ന് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും വലിയ സൗഖ്യദായകമായ അനുഭവം ഉണ്ടാകണം. നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു എന്ന് ബോധ്യം വരത്തക്കവണ്ണമുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. നമുക്കത് ഉറപ്പായി എന്ന് ബോധ്യം വരണം. നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമുണ്ടായി എന്നുള്ള ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരണം. അപ്പം നമ്മൾ കേട്ടുകൊണ്ട് ഇരുന്നത് പഴയ നിയമത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നുമാണ്. ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ നമ്മൾ കേട്ടത് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശ്ലീഹന്മാർ പ്രവർത്തിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഗ്രഹങ്ങളും അവരിലുണ്ടായ ബലഹീനതകളൊക്കെയും പ്രാർത്ഥനയിലൂടെ മാറി അവർ ശക്തരായി വചനം പ്രസംഗിച്ചതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച നൽവരം മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചു, പെന്തക്കോസ്തായിലൂടെ നമുക്ക് ലഭിച്ചു. കൂടുതൽ നമ്മൾ ശക്തരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, നല്ല സമയത്തിനായി
നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഉജ്ജ്വലമായി ഞങ്ങളിൽ പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അത്ഭുതങ്ങൾ നടക്കുവാൻ, അടയാളങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രേക്ഷിതരായി മാറണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ബുധനാഴ്ചയും നടക്കുന്ന വൈകുന്നേരങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ, ധ്യാനയോഗം, അതിൽ പങ്കെടുക്കുവാനും എല്ലാ മാസത്തിൽ നടക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യം കാണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടുവാൻ, മോചനം കിട്ടുവാൻ ഈ ധ്യാനം മതിയായതാണെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. ഇവിടെ എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 4:30 മണിക്ക്, വൈകുന്നേരം 4:30 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന, വൈകിട്ട് രാത്രി 9 മണിക്ക് തീരുന്ന ഒരു ധ്യാനയോഗമാണ്. മധ്യസ്ഥ പ്രാർത്ഥന, ഗാനശുശ്രൂഷ, സന്ധ്യാപ്രാർത്ഥന, അങ്ങനെ രോഗശാന്തി ശുശ്രൂഷകൾ, വചന ശുശ്രൂഷ, സാക്ഷ്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നു പോകുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഓർപ്പിക്കുന്നു. അറിയിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.